ഹായ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാലിക്കറ്റ് എരഞ്ഞിപ്പാലം സരോവരം ബയോ പാർക്കിലേക്കുള്ള റോഡിലാണ് ഉള്ളത്. അവിടെ ഗാലക്സിയുടെ 1 ഇയർ മുമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിലാണ്. ഈ പ്രൊജക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. കൂടാതെ ഗാലക്സിയുടെ ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയൊരു പ്രൊജക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താനും കൂടെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് ഈ ടവറിന്റെ എൻട്രൻസ് ഏരിയ. വളരെ ലക്ഷൂറിയസ് ആയിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിനെ പോലെ ചെയ്തിട്ടുള്ള ഒരു എൻട്രൻസ് ലോബിയാണിത്. ഇതാണ് പുതിയതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള പ്രൊജക്ട്. സെലസ്റ്റിയ റിവിയറ എന്നാണ് പ്രൊജക്ടിന്റെ പേര്. ഇതാണ് ആ ഒരു പ്രൊജക്ടിന്റെ 3D മോഡലാണ്. ഇതിന് മിനിയേച്ചർ അവരുടെ സെയിൽസ് ഓഫീസിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തന്നിട്ട് നമ്മുടെ ഓഫീസിൽ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രൊജക്ട് വരാൻ പോകുന്നത് തൊണ്ടയാട് ബൈപ്പാസിലാണ് ഈ പ്രൊജക്ട് വരുന്നത്. പിന്നെ ഈ പ്രൊജക്ടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസ് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ഈ വാട്ടർ ഫൗണ്ടൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിനെ പോലെ തന്നെയാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെയുള്ള ഈ വെർട്ടിക്കൽ ഗാർഡൻ നോക്കുകയാണെങ്കിലും അതേപോലെ റിസപ്ഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞാല് ശരിക്കും ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിനെ പോലെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും. ഇത് 1 ഇയർ മുമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രൊജക്ട് വന്ന് കാണാം. ഇവരുടെ ക്വാളിറ്റിയും ഇവരുടെ മെയിൻ്റനൻസ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻട്രൻസ് ലോബി. ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു ക്വാളിറ്റി എന്താന്നുള്ളത്. ഇതാണ് ഇവിടുത്തെ ഈ ഗസ്റ്റ് ലോഞ്ചും ഈ ഒരു ഏരിയ മൊത്തം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫീല് മനസ്സിലാവുള്ളൂ. അത്രയും ലക്ഷൂറിയസ് ആയിട്ടാണ് ഇവരുടെ ലോബി ഒക്കെ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും നോക്കിക്കഴിഞ്ഞാലും വളരെ ഹൈ ക്ലാസ്സിലാണ് എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കാണിച്ചു തരാം. ബാക്കിയുള്ള ഫെസിലിറ്റീസും ഇവിടുത്തെ ക്ലബ് ഹൗസ്, ജിം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ വിസിറ്റേഴ്സ് ലോഞ്ച്. ഡബിൾ ഹൈറ്റ് ഏരിയയിൽ ഒരു വലിയൊരു ഹ്യൂജ് സ്പേസിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതൊരു 1 ഇയർ മുന്നേ കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആയിട്ട് പോലും ഇത്രയും ക്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി വരാൻ പോകുന്ന പ്രൊജക്ട് ഇതിലും നന്നായിട്ടാണ് എന്തായാലും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും കൂടെ നമ്മൾ ഓഫീസിൽ പോയിട്ട് പറഞ്ഞുതരാം. ആ കാര്യങ്ങളും എവിടെ വരാൻ പോകുന്നതും എക്സാക്ട് ലൊക്കേഷനും അതിന്റെ ബാക്കി ഡീറ്റെയിൽസും ഒക്കെ അവരുടെ സെയിൽസ് ഓഫീസിൽ പോയതിനു ശേഷം മോഡൽ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോ ബാക്കി ഫെസിലിറ്റീസ് കാണാം. സ്വിമ്മിംഗ് പൂളും ജിമ്മും അങ്ങനത്തെ ആയിട്ടുള്ള ബാക്കി ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഉള്ളത് കാണാം. അപ്പോ ഇതാണ് എൻട്രൻസ് ലോബി. എൻട്രൻസ് ലോബിയിൽ നിന്ന് ലിഫ്റ്റ് ലോബിയിലേക്ക് വന്നു കഴിഞ്ഞാല് ഇവിടെയാണ് പാർട്ടി ഹാൾ വരുന്നത്. ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള പാർട്ടി ഹാളാണ്. അതിൽ തന്നെ കോൺഫറൻസ് ഹാൾ വരുന്നുണ്ട്, ഒരു വെർച്വൽ ഓഫീസ് വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു റെസ്റ്റ് റൂം വരുന്നുണ്ട്. ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ഒരു പാർട്ടി ഹാളാണ്. അത്യാവശ്യം ഒരു ചെറിയൊരു പാർട്ടികളൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ തന്നെ ഉണ്ട്. നമ്മളിപ്പോ ഫസ്റ്റ് ഫ്ലോർ ക്ലബ് ഹൗസ് കാണിക്കാൻ വന്നായിരുന്നു. ഇവിടുന്ന് എൻട്രൻസ് ലോബിയിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതാണ് ക്ലബ് ഹൗസ്. ഈ കാണുന്നത് ക്ലബ് ഹൗസിൽ കയറി കഴിഞ്ഞാൽ ഒരു പൂൾ ടേബിൾ ഉണ്ട്. പിന്നെ കുറെ ഇൻഡോർ ഗെയിംസ് കളിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയാനുള്ളത് ഈ തിയേറ്റർ ആണ്. ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു തിയേറ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. The whole office goes up in smoke and that bloody thing survives. ഇതാ ഇവിടെയൊക്കെ ക്യാരം ബോർഡ് ഉണ്ട്. ഇവിടെ കുറെ ഇൻഡോർ ഗെയിംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷ്റൂം കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ ക്ലൈംബിങ്ങിന് പറ്റിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. എല്ലാം നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് സ്പായും ജിമ്മുമാണ് പരിചയപ്പെടുത്താനുള്ളത്. ഇവിടെ തന്നെ സ്പാ വരുന്നത്. ഇവിടെ സോന കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ സോന. ഇവിടെ സ്റ്റീം വരുന്നുണ്ട്. അടുത്തായിട്ട് മസാജിങ് റൂമാണ്. മസാജിങ് റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂം ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലായിട്ട് 2 ടോയ്ലറ്റ്സ് ഉണ്ട്. ഇതിലുള്ള എല്ലാ ഫെസിലിറ്റീസും ആക്സസ് കൺട്രോൾഡ് ആണ്.
നമ്മളെ ഫേസ് ഡിറ്റക്ഷൻ വെച്ചിട്ടാണ് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരു സ്വിമ്മിംഗ് പൂൾ ലോഞ്ച് ആണ്. ഇവിടെ ഒരു ചെറിയ പാർട്ടിക്ക് നടത്താൻ പറ്റിയിട്ടുള്ള സ്പേസ് ആണ്. ഇവിടെ ചെറിയൊരു കൗണ്ടർ ഉണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂൾ പോയി കഴിഞ്ഞാല് സ്വിമ്മിംഗ് പൂളിന്റെ ഈ ഭാഗത്തായിട്ട് ജക്കൂസി വരുന്നുണ്ട്. ഇത് ഒരു ഇൻഫിനിറ്റി പൂൾ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. ആ ഫ്രണ്ടിൽ കണ്ടിരുന്ന വാട്ടർ ഫൗണ്ടൈൻ ഇതിൽ നിന്ന് പോകുന്ന വെള്ളമാണ്. അടുത്തായിട്ട് ഒരു ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ജിമ്മാണ്. ഇതിലുള്ള എല്ലാ ഫെസിലിറ്റീസും എയർ കണ്ടീഷൻഡ് ആണ്. ജിമ്മിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട എല്ലാ മെഷീനറീസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തായിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ഒരു വ്യൂ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നേരത്തെ പറഞ്ഞ ഗാലക്സിയുടെ പുതിയ അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ്. ഇത് G+39 ആണ് ഫ്ലോർസ് വരുന്നത്. ഇതിന്റെ ലാസ്റ്റ് ഏറ്റവും മുകളിലുള്ള 6 അപ്പാർട്ട്മെന്റ്സ് സ്കൈ മാൻഷൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡ്യൂപ്ലെക്സ് ആണ് അത് വരുന്നത്. ഇത് ടോട്ടലി 1.4 ഏക്കറിലാണ് ചെയ്യുന്നത്. അതിന്റെ 75% ഓപ്പൺ സ്പേസ് ആയിട്ടാണ് വരുന്നത്. ഇത് തൊണ്ടയാട് ബൈപ്പാസിലെ ഹൈലൈറ്റ് മാളിന്റെ അടുത്തുള്ള റോയൽ ഡ്രൈവിന്റെ തൊട്ടടുത്താണ് ഈ പ്രൊജക്ട് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു കോമൺ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. കൂടാതെ ഓരോ അപ്പാർട്ട്മെന്റ്സിനും പ്രൈവറ്റ് പ്ലഞ്ച് പൂൾ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓരോ അപ്പാർട്ട്മെന്റ്സിനും ഈവൻ ഫോർ 2 BHK ഈ പ്ലഞ്ച് പൂൾ വരുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു ആംഫി തിയേറ്റർ വരുന്നുണ്ട്. കിഡ്സ് പ്ലേ ഏരിയ വരുന്നുണ്ട്. പിന്നെ വളരെയധികം അമ്യൂണിറ്റീസ് വരുന്നുണ്ട്. ഈ പ്രൊജക്റ്റിലെ എൻട്രൻസ് ലോബി ഏരിയയും അതുപോലെ ഇതിലുള്ള ഓരോ അമ്യൂണിറ്റീസും നേരത്തെ കണ്ട പ്രൊജക്റ്റിലുള്ള അതിനെക്കാട്ടും ഒരു പടി മുകളിലായിട്ടാണ് എല്ലാ അമ്യൂണിറ്റീസും കൊടുക്കുന്നത്. പിന്നെ ഈ താഴെ കാണുന്ന ഈ ലോണം ഒന്നും കൂടാതെ 32nd ഫ്ലോറിൽ ഒരു സ്കൈ ഗാർഡൻ വരുന്നുണ്ട്. ഇത് വെറും ഒരു ഗാർഡൻ അല്ല, കുറച്ച് വലിയ രീതിയിൽ ട്രീസും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഗാർഡൻ ആണ് ചെയ്യുന്നത്. അവിടെ ഒരു കഫേ ഉണ്ട്, യോഗന്റെ സ്പേസ് ഉണ്ട്. അതിന്റെ മുകളിലായിട്ടുള്ള വരുന്ന സ്ഥലത്താണ് സ്കൈ മാൻഷൻ വരുന്നത്. അത് ഡ്യൂപ്ലെക്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് 4 BHK ഉണ്ട്, 5 BHK ഉണ്ട്. അതിന് താഴെയുള്ള ഓരോ ഫ്ലോർസിലും 2 BHK വരുന്നുണ്ട്, 3 BHK വരുന്നുണ്ട്, 4 BHK വരുന്നുണ്ട്. കൂടാതെ ഇതിലുള്ള ടെനൻസിനൊക്കെ കവേർഡ് പാർക്കിംഗ് ആണ് വരുന്നത്. അതിന് പുറമെ ഗസ്റ്റ് പാർക്കിംഗ് അതിന്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇപ്പോഴും കുറച്ച് ഫ്ലാറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ബൈ.